പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. നിങ്ങളുടെ മതിയായിരിക്കാൻ സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് അതിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ ആത്മീയ ഉണർവേകുന്ന നല്ല ഗാനങ്ങൾ പാടിയ ഒരു ടീം വളരെ ആവശ്യബോധവുമായി ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന കർത്താവിൻ ശ്രേഷ്ഠ ദൈവമക്കൾ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു കർത്താവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം, എന്നാൽ വിളി കേൾക്കാതെ ഇറങ്ങിത്തിരിച്ച ലോകം മരുഭൂമിയുടെ പ്ലേസിനകത്ത് നിൽക്കുമ്പോൾ അവരുടെ ആ ആത്മീയ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവര് തമ്മിൽ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ അവരുടെ ബാല്യക്കാർ തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അപ്പോ അബ്രഹാം പറഞ്ഞു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ആമേൻ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞു. എന്നാൽ പച്ചപ്പും ഭംഗിയുമുള്ള പ്ലേസിനെ ലോത്ത് തിരഞ്ഞെടുത്തപ്പോൾ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം ശൂന്യതയെ നോക്കി, സ്വത്രം ശൂന്യത നോക്കി അങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ, ഒന്ന് ഹല്ലേലൂയ പറയാമോ? എന്ന് വെച്ചാൽ പച്ചപ്പും മനോഹരമായ പ്ലേസ് ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് ചൂസ് ചെയ്യുവാൻ, അവൻ സെലക്ട് ചെയ്യുവാൻ ഒരു പ്ലേസ് ഇല്ലാതെ വണ്ണം ശൂന്യത നോക്കി നിൽക്കുന്നവന്റെ അകത്തളങ്ങളിൽ ഒരു വെളിപ്പാടുണ്ട്. അവൻ ഇറങ്ങിത്തിരിച്ച എന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ എനിക്ക് വഴി തുറന്നു തരുവാൻ ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിനോട് പ്രതികരിക്കാൻ കഴിയുന്നത് തുറന്ന് ആത്മാവിൽ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചു കയറിക്കോ. ജീവിതത്തിന്റെ അകത്തളങ്ങളെ അവൻ ശബ്ദറിട്ടതുപോലെ ഒരു അതിർവരമ്പ് കൊണ്ടിട്ട് നിന്റെ ജീവിതത്തിന്റെ അകത്തോട് അവൻ പോരടിക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാരത്തെ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള ഭാഗത്ത് ആത്മാവിൽ അറുത്തു മാറ്റുന്നു. ജീവിതത്തെ അനുഗ്രഹങ്ങളെ ശൂന്യമാക്കി കളയുന്ന ചില വ്യാപാര ശക്തികൾ, നീ ഇത്ര മതി, ഇതെത്ര ആകാവൂ എന്ന് പറയുന്ന ചില വെല്ലുവിളികൾക്കകത്ത്, ചില രോഗഭാരങ്ങൾക്കകത്ത് നിന്നെ ഒതുക്കുവാൻ ശത്രു വാദിക്കുമ്പോൾ, ഇന്ന് രാത്രി വചനം പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് രോഗശക്തികൾ അഴിയാൻ പോവുകയാണ്. ഹാർട്ട് ഡിസീസുകൾ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചു മാറ്റാൻ പോവുകയാണ്. രോഗങ്ങൾ, അസ്ഥികളെ ബന്ധിക്കുന്ന, കൈകളെ ബന്ധിക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് രാത്രി ദൈവാത്മാവിനെ കാണിക്കുന്നു. അവൻ അഴിഞ്ഞു പോകട്ടെ. ഓൺലൈൻ എന്ന് ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട്, അവൻ ഈ വേദഭാഗം ശ്രദ്ധിക്കുന്നവരോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി രോഗശാന്തി ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. അവൻ മിനിസ്ട്രിയെ ഒതുക്കി കളയത്തക്ക വിധത്തിൽ അവൻ വെല്ലുവിളിക്കുന്ന ഇരുവിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ശാസിക്കുക. അഴിഞ്ഞു മാറി പോകട്ടെ. ശീലാസും പൗലോസും കൂടി പട്ടണത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവരെ നോക്കി സ്തോത്രം വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറയുന്ന ഒരു സഹോദരി, അവളിൽ വ്യാപരിക്കുന്ന മഹതി എന്നൊരു ശക്തി, അവൾ കൃത്യമായി വിളിച്ചു പറയുന്നു, ഇതാ ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുന്നു, രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിപ്പാൻ വന്നിരിക്കുന്നവരെന്ന് പറയുന്നു. ആമേൻ. അവൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്, വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആത്മമണ്ഡലത്തിൽ ശീലാസും പൗലോസും മുഷിഞ്ഞൊന്ന് നോക്കി. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് മുഷിഞ്ഞങ്ങ് നോക്കി, എന്നിട്ട് ശാസിച്ചു. ആ ശക്തി വിട്ടുപോയി എന്ന് പറഞ്ഞ അകത്ത് കൃപ വ്യാപരിക്കുന്നവൻ, അവന്റെ നോട്ടത്തിനകത്ത് അവൻ അഭിഷേകം ചലിക്കും. കൃപയിൽ ഇന്ന് രാത്രി ചിലതിനോട് പോരാടി കയറുവാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ച് കയറിക്കോ. ഇന്ന് രാത്രി അവൻ ആത്മസാധിക്കും. ഇതിനകത്ത് വ്യാപരിക്കുക. രാത്രി അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിനക്കെതിരെ വാദം പറയുന്ന ഈ ആരാധന
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ആമേൻ. Praise the Lord. ആമേൻ. സാധാരണ ഒരു ശുശ്രൂഷയ്ക്കൊക്കെ കടന്നു പോകുമ്പോൾ ചില കെട്ടുകൾ പൊട്ടുമ്പോ ചില ഭവനങ്ങളിലൊരു കവർ അങ്ങേപ്പിക്കും. കളറല്ലാതെയും ഇടപെടാറുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ കാര്യമല്ല, പൊതുവിലുള്ള കാര്യമാണ്. ഒരു പക്ഷെ ശീലാസും പൗലോസും ആ കവറ് പ്രതീക്ഷിച്ചെങ്കിൽ കവറല്ല കിട്ടിയത്, അവർക്ക് കിട്ടിയത് കാരാഗ്രഹമാണ്. ഒരു കെട്ട് ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ കെട്ട് പൊട്ടിച്ചപ്പോൾ നേരെ പോയത് കാരാഗ്രഹത്തിന്റെ അകത്താണ്. അല്ലെങ്കിൽ അടി കൊണ്ട് അവശരായി അവൻ സ്തുതിപ്പാൻ പോലും കഴിയാത്ത വിധത്തിൽ ദേഹവാസകലം എന്റെ ചിന്തയെ പറഞ്ഞാൽ മുറിവുകളോട് നിൽക്കുന്ന അവൻ ആ ദൈവദാസനോട് നമ്മൾ ചോദിക്കുക, ദൈവദാസന്മാരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സ്തോത്രം. സാധാരണപ്പെട്ട ഒരു ദൈവദാസനോട് അല്ലെങ്കിൽ പോട്ടെ എന്നോട് ചോദിച്ചാൽ സാധാരണഗതിയിൽ പറയുന്നതാ, കർത്താവിന് വേണ്ടി ഇറങ്ങി ആട്ടിക്കൊണ്ട് പരിവമായി, ഇനി ഏരിയ ഞാൻ വരുന്നില്ല, വേറെ ഏതെങ്കിലും പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന പ്ലേസിലേക്ക് പോകാം എന്ന് എന്റെ രീതിയിൽ ഞാൻ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അഭിഷക്തന്മാരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അവര് പറയും, പ്രതിസന്ധികൾക്കകത്തും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും, നടുവിലും ഞങ്ങൾ ദൈവത്തെ ഉയർത്തും. വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ അകത്ത് നിനക്കെതിരെ പോരാടുന്ന ചെലവിനെ പൊളിച്ചു കയറുവാൻ ദൈവം കുഞ്ഞുങ്ങൾ ആരാധിച്ചു. അവരുടെ അവസ്ഥ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകാം. ശരീരത്തിലൊക്കെ മുറിവുകളാണ്. നമ്മളൊത്തിരി ചിന്തിച്ചിട്ടുള്ള വേദഭാഗങ്ങളൊക്കെ തന്നെയായത്. കൈകാലുകളിലൊക്കെ മുറിവ്, ഷോൾഡറിൽ പുറത്ത് നമുക്ക് എങ്ങനെയാണോ ചിന്തിക്കാം, മുറിന് ആകെ രക്തം ഒലിക്കുന്ന അവസ്ഥ. നേരെ കാരാഗ്രഹത്തിൽ കിടക്കുക, ചെയ്തത് കർത്താവിന്റെ നാമം ഉയർത്തി പൈശാചിക ശക്തിയെ ശാസിച്ചു. ശക്തി അഴിഞ്ഞതും എന്താ അവിടെ സംഭവിച്ചത്? അവരെ വെച്ച് ജീവിക്കുന്ന, അവരെ കൊണ്ട് ധനം സമ്പാദിക്കുന്ന, അവരുടെ മന്ത്രവാദ ക്രിയകളിൽ അല്ലെങ്കിൽ ലക്ഷണവിദ്യയിൽ ധനം സമ്പാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ വരുമാന മാർഗം അടഞ്ഞുപോയി. അതുകൊണ്ട് ഇവരെ പിടിച്ച് ജയിലിലാക്കി. അവര് പറയുന്ന ഒരു റീസൺ എന്താന്ന് ചോദിച്ചാൽ ഇവര് പട്ടണം കലക്കുന്നവരാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കുറ്റം ആരോപിച്ച് ജയിലിനകത്താക്കുമ്പോൾ സ്വത്രം ഇവർ ജയിലിനകത്തും വയ്യാത്ത ശരീരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ അവിടെ സ്വർഗം ചലിക്കും. പഴയ ദിന കാലഘട്ടത്തിൽ സ്വത്രം ദൈവത്തിന്റെ ശെക്കേന ചലിക്കുമെങ്കിൽ ദൈവ കുഞ്ഞുങ്ങൾ ചലിക്കും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ടെഴുതിയ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവജനം ചലിച്ചാലേ സ്വർഗം ചലിക്കത്തുള്ളൂ. ദൈവ കുഞ്ഞുങ്ങൾ ആരാധിക്കുമെങ്കിൽ ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു കയറിക്കോ. സ്തുതിക്കാൻ കഴിവുള്ളവർ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് ആരാധന കൊണ്ട് നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ 12 നമ്മൾ വായിക്കുമ്പോൾ അതെടുക്കണ്ട, എന്നെ ശ്രദ്ധിച്ചോണ്ടാ മതി, നമുക്കറിയാവുന്ന തിരുവെഴുത്താണ്. അപ്പൊ വായിക്കുമ്പോൾ അതിനകത്ത് പത്രോസിനെ കാരാഗ്രഹത്തിന് അടയ്ക്കുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. പത്രോസ് പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ പത്രോസ് പ്രാർത്ഥിച്ചില്ല എന്നാ ഞാൻ പറയും. പത്രോസ് പ്രാർത്ഥിച്ചിട്ടില്ല. എന്തുകൊണ്ട് അഭിഷക്തൻ പ്രാർത്ഥിച്ചില്ല? സ്തോത്രം. അകത്തൊരു വെളിപ്പാട് കിടപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ പ്രതിസന്ധികളുടെ നടുവിലും എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വാക്ക് തന്നവൻ, എന്റെ മേൽ വാഗ്ദത്തം പറഞ്ഞവൻ, ഹല്ലേലൂയ, മരണത്തിന്റെ ശക്തികൾക്ക് എന്നെ വിട്ടുകൊടുക്കുന്നവരല്ല. തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ അനുവദിക്കുന്നവരല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സംഘേരിപത്ത് എന്ന രാജാവ് യഹൂദദേശം ആക്രമിക്കാൻ വന്നപ്പോൾ സ്തോത്രം ഹിസ്കിയാവ് ദൈവസമയം മുട്ടുമടക്കി.
ദൈവത്തെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആമേൻ പ്രാർത്ഥിച്ച സ്ഥലത്തല്ല ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ശത്രുവിന്റെ പാളയത്തിനകത്ത് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഒറ്റ രാത്രി കൊണ്ട് എന്നൊരു അഭിഷക്തിന് വിരോധമായി നിന്ന ശത്രുവിനെ ഒറ്റ രാത്രി കൊണ്ട് സംഹരിക്കുന്ന ദൈവപ്രവൃത്തി പട്ടണത്തിന്റെ നടുവിൽ വെളിപ്പെട്ടു. ദൈവ സാന്നിധ്യം ഇറങ്ങി, ദൈവപ്രവൃത്തി വെളിപ്പെടും. വേഗത്തെ പറഞ്ഞു പോവാം. ആമേൻ. അഭിഷക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കാറുണ്ട്. സ്തോത്രം. അങ്ങനെ പത്രോസിനെ വിടുവിച്ചു. ഒരു സാഹചര്യത്തിൽ ആമേൻ ഹിസ്കിയാവിനെ വിടുവിച്ചു. ഇതൊക്കെ ദൈവം ദൂതന്മാരെ അയച്ചാ വിടുവിക്കുന്നത്. പക്ഷേ കാരാഗ്രഹത്തിന്റെ അകത്ത് ശരീരം വയ്യാത്ത അവസ്ഥയിലും സ്വത്രം പ്രാർത്ഥിപ്പാൻ സാഹചര്യങ്ങൾ നെഗറ്റീവായിരിക്കുന്ന പ്ലേസിന്റെ അകത്തും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയട്ടെ, അവിടെ ഇറങ്ങിയ ദൂതനല്ല, അവിടെ ഇറങ്ങിയ സ്വർഗത്തിലെ ദൈവം ഡയറക്റ്റ് ഡയറക്റ്റ് അവിടെ ഇറങ്ങിയത്. എന്താണെന്നറിയാമോ? അവിടെ കാരാഗ്രഹങ്ങൾ തകർന്നു, ഭൂമി കുലുങ്ങി, ചങ്ങലകൾ പൊട്ടി. പ്രതിസന്ധിയുടെ നടുവില് സാഹചര്യങ്ങൾ നിനക്ക് വിപരീതമായിരിക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തമ്പുരാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. തിരുവചന ചിന്തകൾക്ക് ആധാരമായി യേശുവിന്റെ വേദഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 35 മുതൽ താഴേക്കുള്ള തിരുവെഴുത്തുകൾ. മാർക്കോസിന്റെ സുവിശേഷം 4 അതിന്റെ 35. അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് ബ്രദറെ, മാർക്കോസ് 4 ഞാൻ മക്കളെ പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. കടൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. പോകുവാൻ കർത്താവ് ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ കൂടെ ഉള്ള ശിഷ്യന്മാർക്ക് ഇതെങ്ങോട്ടാണെന്നുള്ളൊരു പുറപ്പാടൊന്നും നിശ്ചയമില്ല. വാസ്തവത്തിൽ ഹല്ലേലൂയ, അവർക്ക് ഉറപ്പില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. എന്നാൽ ആ സമുദ്രത്തിലേക്ക് അവർ എത്തുമ്പോൾ സ്തോത്രം കാറ്റും കടലും വളരെ പ്രതികൂലമായി പോരാടാൻ തുടങ്ങി. സ്തോത്രം. ഇവരെ വിളിച്ചത്, ഈ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചത് കർത്താവാണ്. വള്ളവും വലയും വിട്ട് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരാണ്. ഒരു പക്ഷേ സമുദ്രത്തിന്റെ നടുക്ക് വെച്ചവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാട്ടുകാര് പറയുന്ന ഒരു പദം ഇതാണ്: കർത്താവ് വിളിച്ചു, കടലിന്റെ അടകത്ത് കൊണ്ടുപോയി കൊന്നു. വേണമെങ്കിൽ അങ്ങനെ പറയാം. ആരെ കൊല്ലാൻ വേണ്ടി എന്റെ കർത്താവ് വിളിക്കത്തില്ല. ദൈവത്തിന്റെ വിളി കേട്ട് ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മാനിപ്പാൻ ശക്തനായ എന്റെ കർത്താവ്. അവൻ പകുതി വഴിയിൽ വെച്ച് അവൻ ശത്രു നിന്റെ ജീവനെ അപകരിച്ചു കളയുവാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെ അല്ല അവൻ ഈ രാത്രി നമ്മൾ സ്തുതിക്കുന്നത്. അവൻ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയുള്ള ഒരു ദൈവം, നിന്റെ സ്ഥിതി മാറ്റുവാൻ ശക്തിയുള്ള ഒരു ദൈവം. നിന്റെ അനുഗ്രഹത്തിന് വിരോധമായ ഒരു വാഴക്കന്ന് ചവിട്ടി ചായ്ക്കുന്നത് പോലെ. സ്വത്രം. വാഴക്കന്നിനെ സ്വത്രം നല്ല കൃഷി ചെയ്യുന്നവർക്കറിയാം. വാഴകളൊക്കെ പുഷ്ടിയോടെ വന്ന് കൊലകളൊക്കെ ആവുമ്പോൾ വാഴ കൊലയ്ക്കുന്നു. സ്വത്രം. പിന്നെ അതിന്റെ വളപ്രയോഗവും കാര്യമൊക്കെ ചെയ്യും. പക്ഷേ ഈ വളമൊക്കെ എടുത്തിനി ഇതിന്റെ കന്ന് വളരരുതെന്ന് കരുതി കന്നിനെ ചവിട്ടി ചായ്ക്കാറുണ്ട്. നമുക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. സ്വത്രം. എന്നാൽ അതിൽ ചിലതൊക്കെ വളർന്ന് കൊലയ്ക്കാറുണ്ട്.
എത്ര ചവിട്ടി ഒതുക്കിയാലും എത്ര ചവിട്ടി ചാച്ചാലും ഹല്ലേലൂയ ചിലത് വളർന്ന് ഫലം കായ്ക്കാറുണ്ട്. ഹല്ലേലൂയ എന്ന് വെച്ച സാഹചര്യങ്ങൾ നിന്നെ നോക്കി നോ പറയുമ്പോൾ, നിന്റെ സിറ്റുവേഷൻ നിനക്കെതിരായിരിക്കുമ്പോൾ, ഹല്ലേലൂയ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മേൽ വാഗ്ദത്തം പറഞ്ഞു വെച്ച, നിന്റെ മേൽ അഭിഷിക്തന്മാരിലൂടെ ദൂത് കൈമാറിയ ദൈവം. ദൈവം ആഗ്രഹിക്കുന്ന ഭർത്താവിൽ നിന്നെ ഏൽപ്പിക്കാൻ അവൻ ശക്തനാണ്. മന്ത്രവാദികൾ, ഒരു കൂട്ടം മന്ത്രവാദികൾ നിനക്കെതിരെ ആവികാരം ചെയ്താലും, അസൂയക്കാർ നിന്നെ ഒതുക്കാൻ നോക്കിയാലും, നിനക്കെതിരെ അവയ്ക്കാതി പറഞ്ഞു വരത്തിയാലും, നിന്റെ വാഗ്ദത്തങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. നിന്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഈ രാത്രി അവന്റെ സാന്നിധ്യത്തെ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചോ. അബ്രഹാമിന്റെ കിണറ് പിന്നെ കുടിക്കുന്നത് എന്റെ ചിന്തയിൽ യാക്കോബാണ്. സ്വത്രം. ആമേൻ. അബ്രഹാം കുഴിച്ച കിണർ പിന്നെ കുഴിക്കുന്നത് എന്റെ കാഴ്ചപ്പാട് യാക്കോബാണ് കുഴിക്കുന്നത്. എന്നാൽ വെള്ളമില്ലാത്തൊരു പൊട്ടക്കിണറിന്റെ അകത്ത് ദർശനക്കാരനായ ഒരുവനെ ശത്രു ഒതുക്കി. സഹോദരന്മാർക്ക് ഭക്ഷണവുമായി കടന്നു വന്നതാണ്. സഹോദരന്മാർക്ക് അവൻ വിരോധിയല്ല, ആർക്കും അവൻ ശല്യക്കാരനല്ല. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, പിതാവിന്റെ വാത്സല്യപുത്രനാണ്. പിതാവ് ഉണ്ടാക്കിക്കൊടുത്ത വാത്സല്യത്തിന്റെ നിലയെങ്കിലിരിക്കുമ്പോഴും സഹോദരന്മാർക്ക് ജോസഫിനോട് അസൂയുണ്ടാവാൻ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ കാരണം വെച്ചോ? ആ കാരണം എന്തെന്ന് പറഞ്ഞാൽ, നിലയെങ്കിൽ കൊടുത്തതാണോ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല, അവന്റെ അകത്തൊരു അഭിഷേകം നടക്കുന്നു. ശത്രു മനക്കെതിരെ വെല്ലുവിളിക്കുന്നെങ്കിൽ അവൻ മറ്റുള്ളവർക്ക് അത് കാരണം അറിയത്തില്ല. എന്നാൽ വെളിപ്പാടുള്ളവൻ വിളിച്ചു പറയും, അകത്തൊരാളിരിക്കുന്ന അഭിഷേകത്തോടെ ശത്രുവിന്റെ വെല്ലുവിളി. ഇന്ന് രാത്രി ആത്മസാന്നിധ്യം ചലിക്കുന്നുണ്ട്. ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുന്നുണ്ട്. ദൂരബന്ധനങ്ങൾ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷപ്പെട്ട് മാറുന്നുണ്ട്. ഇന്ന് രാത്രി ചില ദൈവ പ്രവർത്തികൾ, വിശ്വസിക്കാൻ കഴിയാത്ത ചില ദൈവിക അടയാളങ്ങൾ പ്രോപ്പർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. പൊട്ടക്കിണറിനകത്ത് ഭക്ഷണവുമായി വന്നവനെ സഹോദരന്മാർ ഒതുക്കും. എന്താ കാരണമെന്നറിയാമോ? അവന്റെ അകത്തെ അഭിഷേകം. പക്ഷെ ഞാൻ പറയട്ടെ, അവൻ കണ്ട ദർശനങ്ങൾ, അവൻ കണ്ട സ്വപ്നങ്ങൾ ഈ പിതാവിനറിയാം. അവന്റെ ദർശനത്തെ കുറിച്ച് പിതാവിനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ പിതാവിന് പറയാൻ തുടയുടെ ഭാഗത്തൊരു ഉളുക്കിന്റെ പാടുണ്ട്. എന്താണെന്നറിയാമോ? എടാ കുഞ്ഞെ, നീ ദർശനത്തെ കുറിച്ച് എന്നോട് പറയുമ്പോൾ എനിക്ക് പറയാൻ ചിലവുണ്ട്. അവൻ യാവോക്ക് കടവിന്റെ തീരത്ത് വെച്ച് അനുഗ്രഹത്തിന് വേണ്ടി ദൂതനോട് മല്ലയുദ്ധം ചെയ്തവരാണെന്ന്. ചില അനുഗ്രഹങ്ങൾ മല്ലയുദ്ധം ചെയ്ത് പോരാടി ജയിച്ചു കയറണം. ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണം. സഹോദരന്മാർ പൊട്ടക്കിണറിനകത്ത് ഒതുക്കാൻ നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, അവരോട് അവന് വിരോധമില്ല. ദൈവകുഞ്ഞുങ്ങൾ അങ്ങനെയാ. തകർക്കാൻ 1000 പേര് നിന്നാലും, ഒരു ദേശം എതിരായി നിന്നാലും അവരോടൊന്നും കൃപ പ്രാപിച്ചവന് വിരോധമില്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ദൈവത്തിന് വളർത്താൻ പദ്ധതിയുണ്ടെങ്കിൽ ദൈവം ആദ്യം നിങ്ങളുടെ ശത്രുവിനെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം തമ്പുരാന് നിങ്ങളെ വളർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ അവൻ ആദ്യം നിങ്ങളെ വളർത്തത്തില്ല, അവൻ നിങ്ങളുടെ ശത്രുവിനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ശത്രുവിനെ വളർത്താൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് പ്രാർത്ഥന വരും, കർത്താവേ നീ എന്നെ വിളിച്ചിട്ടില്ലേ? ഞാൻ ഒത്തിരി ദർശനം കണ്ടതാ, ഒത്തിരി വാഗ്ദത്തങ്ങളുടെ ദൂത് അഭിഷക്തമായി പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ ശാസ്ത്രം എന്റെ വാഗ്ദത്തങ്ങളിൽ അപ്പച്ച നീ എന്നെ എത്തിക്കാത്തതെന്ത്? ഇപ്പൊ ചില ശാരീരിക രോഗങ്ങളിലേക്ക് ഞാൻ ഒതുക്കപ്പെട്ടിരിക്കുന്നല്ലോ. സ്വത്രം സ്വത്രം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ശത്രുവിനെ അത് പിശാചല്ല എഴുന്നേൽപ്പിച്ചത്, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്വത്രം. അനേകർ എതിരായിരിക്കുമ്പോൾ
വേണ്ടപ്പെട്ടവർ പലരും നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കേണ്ടവരെ സഹായിക്കേണ്ട പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അല്ലെ ആരെതിർത്താലും ആരൊറ്റപ്പെടുത്തിയാലും ആരവയ്ക്കാതെ പറഞ്ഞൊതുക്കാൻ നോക്കിയാലും തന്നൂരാന്റെ വാഗ്ദത്ത പദ്ധതികൾ കാണാത്ത നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ആരോടോ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുക. നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു മഹത്വം വെളിപ്പെടും. Praise the Lord. ഒട്ടക്കിണറിനകത്ത് കിടക്കുമ്പോഴും അവന്റെ നോട്ട സ്വർഗത്തിലേക്ക്. കാരണം ദർശനം കണ്ടവൻ അറിയാം ഇവിടം കൊണ്ട് പിശാചിന് ശത്രുവിനെ ഒതുക്കാൻ കഴിയത്തില്ല. ആ ചരിത്രം പറഞ്ഞു പോകാൻ നമുക്ക് മുന്നിൽ സമയമില്ലെങ്കിലും ഒന്ന് രണ്ട് ചിന്ത പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പോത്തിഫറിന്റെ ഭാര്യ അപഖ്യാതിയുടെ മതില് കെട്ടി. സ്വത്രം ദേശത്തിൽ അപമാനപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് കാരാഗൃഹത്തിനകത്ത് ഒതുക്കി. ഒന്ന് അപഖ്യാതി കൊണ്ട് മതില് കെട്ടിയിട്ടും സ്വതം സഹോദരന്മാർ കൊല്ലാൻ നോക്കിയിട്ടും കാരാഗൃഹത്തിനകത്തടച്ചിട്ട് ഹല്ലേലൂയ വാഗ്ദത്തമുള്ളവൻ പറയും. പിശാച് ചോദിക്കും, നിന്റെ ആമേൻ ദർശനം എന്തായി? നിന്റെ വാഗ്ദത്തം എന്തായി? നീ തകർന്നില്ലേ? നീ തീർന്നില്ലേ? ഇവിടെ കൊണ്ട് നിന്റെ ചരിത്രം അവസാനിച്ചു എന്ന് പിശാച് പറയുമ്പോൾ ആമേൻ സ്വർഗം പറയും. സ്വർഗം ഇങ്ങനെ വിളിച്ചു പറയും, ഞാൻ ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. പിശാച് തീർന്നെന്ന് പറയുന്ന ചില സബ്ജക്റ്റുകൾ കണ്ടപ്പോൾ പിശാച് നീ തീർന്ന് ഇനി നിനക്കൊരു മുന്നോട്ട് പ്രയാണമില്ലെന്ന് പിശാച് പറയുന്നത് തമ്പുരാൻ ഇങ്ങനെ പറയും, ഞാൻ ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവരോട് ഇടപെടുകയാണ്, ഞാൻ ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ദൈവമേ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. വാഗ്ദത്തങ്ങളെ നമ്മുടെ ചലിപ്പിക്കാൻ പോവുകയാണ്. കാര്യം പറയട്ടെ, ജോസഫിന്റെ സഹോദരങ്ങൾ ഒരിക്കൽ മിസ്രൈമിൽ ചെന്നു. കൂണ ഈസിയായി അങ്ങോട്ട് പോയി, ഒരു കുഴപ്പമില്ല. പക്ഷെ അനുഗ്രഹിക്കപ്പെടേണ്ടവൻ, വാഗ്ദത്തം വെളിപ്പെടേണ്ടവൻ മിസ്രൈമിനകത്ത് കാലില വെട്ടിയതും എന്റെ ചിന്തയിൽ പറഞ്ഞ ചങ്ങലയുടെ കെട്ട്. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള പലരുടെ അനുഭവങ്ങൾ ഇങ്ങനെയാണെങ്കിലും സ്വത്രം മാനുഷിക കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യനും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തതാ നിങ്ങളുടെ മേൽ തമ്പുരാൻ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ. ഹല്ലേലൂയ. മനുഷ്യൻ പറയും, ഇവിടം കൊണ്ട് നിന്റെ മിനിസ്ട്രി ഒതുങ്ങിയെന്ന്, ഇവിടം കൊണ്ട് അവസാനിച്ചുവെന്ന്. എന്നാൽ ഇന്ന് രാത്രി പിശാച് അവൻ ഷട്ടറിട്ട വിഷയത്തിന്റെ അകത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആരാധിച്ചു കയറിക്കോ. അതരങ്ങൾ ചുവന്ന് ഇന്ന് രാത്രി ദൈവത്തിന് അന്യഭാഷ പ്രാപിച്ചവർ, കഥ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. ദൈവത്തെ സ്തുതിച്ചു കയറിക്കോ. ചിലത് ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. നാഗശക്തിയുടെ കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം അറുത്തു കളയാൻ പോവുകയാണ്. ആ ദേശത്ത് പാർപ്പിക്കത്തില്ലെന്ന്, അവിടെ നിന്ന് ഉയരുന്നതിന് വെല്ലുവിളികൾ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് രാത്രി സ്വർണ്ണം അറുത്തു കളയാൻ പോവുകയാണ്. ചിലത് ഇതിനകത്തിരിക്കുന്നവരാണ്. ഈ ശബ്ദപരിധിയിൽ ആമേൻ, ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ആത്മാവിൽ പ്രവചിക്കുന്നു. ആമേൻ. ആ സ്ക്രീനിൽ നേരെ കൈ നീട്ടിയാട്ടെ. ഇന്ന് രാത്രി രോഗസൗഖ്യം ചിലരുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഒരിക്കലും ബെഥാനിയുടെ പട്ടണത്തിനകത്ത് യേശു വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. ബെഥാനിയിലേക്ക് യേശു കർത്താവ് ഒരു വീട്ടിൽ പോയി. നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ രണ്ട് സഹോദരിമാരുണ്ട്. ഒരാൾ വചനം കേൾക്കാൻ ഭയങ്കര താല്പര്യമുള്ള സഹോദരിയാണ്, മറ്റൊരാൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യം. രണ്ട് ശുശ്രൂഷയാണ്. ഈ രണ്ട് ശുശ്രൂഷയും ചേർന്ന് പോയാലേ അനുഗ്രഹം വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയും മോശമല്ല. ഒരാൾ ഭക്ഷണം കൊടുക്കണം കർത്താവിന്, ആ ഒരു ആഗ്രഹം. ഒരു കാര്യം പറയട്ടെ,
വചനം കേൾക്കാൻ മറിയയ്ക്ക് അതിലേറെ താല്പര്യം. സ്വന്തം. പക്ഷെ ബഥാനിയയുടെ പ്ലേസിന്റെ അകത്ത് യേശു ചെല്ലുമ്പോൾ ബഥാനിയ ചലിച്ചിട്ടില്ല. യേശു ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ പുരുഷാരം കൂടും. യേശുവിന്റെ ശിഷ്യന്മാർ കാണും, പുരുഷാരം കൂടും. പക്ഷെ ഇവിടെ ആൾക്കൂട്ടമില്ല, ആരവമില്ല. സ്വത്രം. പക്ഷെ ആ വീടിനകത്ത് ചെല്ലുമ്പോൾ ഇവര് 3 പേര്, അല്ലെ 2, 3, 4 പേര്, യേശു കർത്താവും മറിയയും മാർത്തയും ലാസറും, മൊത്തം എത്ര പേരാ? 4 പേര് മാത്രമേ അവിടെ ഉള്ളൂ. കർത്താവ് അവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ അകത്ത് സ്വത്രം ചില ശാരീരിക അസ്വസ്ഥതകൾ ആർക്ക് വന്നു? ലാസറിന് വന്നു. നമുക്കറിയാം കാര്യങ്ങളൊക്കെ. പക്ഷെ കർത്താവിനെ വിട്ട്, ഒരാളെ വിട്ട് വിഷയം ഇങ്ങനെ പറഞ്ഞു അറിയിച്ചു. കർത്താവ് ഒറ്റ വാക്കാ പറഞ്ഞേ, ഈ രോഗം സ്വത്രം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ രോഗം മരണത്തിനായിട്ടല്ല. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പിശാചിന്റെ പദ്ധതികൾ അപ്പച്ചൻ പൊളിക്കും. ഹല്ലേലൂയ. പിശാച് കൊണ്ടുവരുന്ന ചിലതിനെ അപ്പച്ചൻ അറുത്ത് കളയുമ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം. ശരിക്കും പറഞ്ഞ കർത്താവ് അന്ന് അവിടെ വന്നിരുന്നെങ്കിൽ അവിടെ രോഗശാന്തി, പനി മാറ്റുന്ന, പനിയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. സ്വത്രം. വേദപുസ്തകം അതിനെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ വരുമ്പോൾ പോട്ടെ, എൻ്റെ ചിന്തയിൽ ഒരു പനിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു പനി, കർത്താവ് ശാസിക്കുന്നു, പനി മാറുന്നു, ഈ സൗഖ്യം ആ വീട്ടിലുള്ളവർക്ക് സന്തോഷമാണ്. പക്ഷെ കർത്താവ് പനി മാറ്റുന്ന ശുശ്രൂഷയ്ക്കല്ല കർത്താവിന് വരാൻ താല്പര്യം. ഹല്ലേലൂയ. ആ പട്ടണത്തെ ചലിപ്പിക്കുന്ന ശുശ്രൂഷ. ഞാൻ പറയട്ടെ, 4 ദിവസമായപ്പോൾ കർത്താവ് ആ അന്തരീക്ഷത്തിലേക്ക്, ആ ഏരിയയിലേക്ക് ഇങ്ങനെ വരികയാണ്. കർത്താവ് പോകുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ പറയാം, വളരെ സ്നേഹിച്ചിരുന്ന അവരുടെ ഗുരുവാണ്, അവരുടെ പാസ്റ്ററാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷേ മരണ ശുശ്രൂഷയ്ക്കൊന്നും ഇവിടെ കണ്ടില്ല. അവർ മറ്റാരെയോ വിളിച്ച് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഇപ്പോഴാണ് വരുന്നത്. സ്വത്രം. കർത്താവ് അടക്ക ശുശ്രൂഷയ്ക്ക് വരുന്നവനല്ല, കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷയ്ക്ക് വരുന്നവനാണ്. ഞാൻ പറയട്ടെ, അവൻ ആ പട്ടണത്തിനകത്ത് യേശു കാലിൽ വെട്ടിയതോ മരണത്തിന്റെ ശക്തികളെ പൊട്ടിച്ചു കളയുന്ന, ആ ദേശത്ത് വ്യാപരിക്കുന്ന, മരണാനെ അടക്കി വെക്കുന്ന ഇരുവന്റെ വ്യാപാരത്തെ പൊട്ടിച്ചു കളയുന്ന ആത്മസാന്നിധ്യം ചലിക്കാൻ പറയും. ഹല്ലേലൂയ. ഒറ്റ വാക്കിനകത്ത് പേര് പറഞ്ഞാ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? നാസറ പുറത്തു വരാൻ. ഇതിനകത്ത് ഒത്തിരി സന്ദർഭങ്ങളുണ്ട്, പറഞ്ഞു പോകാൻ സമയം നമ്മുടെ മുന്നിൽ പരിമിതമാണ്. നമുക്കറിയാം. സ്വന്തം. കർത്താവ് അല്ലാതെ വിളിച്ചിരുന്നെങ്കിൽ, പേരല്ലാതെ പുറത്തു വരാനങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ സകല കല്ലറകളും തുറക്കപ്പെടും. ഞാൻ അങ്ങനെ ചിന്തിക്കുക, സകല കല്ലറകളും തുറക്കും. പക്ഷെ കർത്താവ് ലാസറിനെ വിളിക്കുന്നു, ഒരു ഭയങ്കര മിറക്കിൾ നടക്കുന്നു. പൂർവ്വപിതാക്കന്മാർ മരിച്ചവരെ ജീവിപ്പിച്ച ചരിത്രമുണ്ട്, ഉണ്ടോ? ഏലിയാവ് ജീവിപ്പിച്ചിട്ടുണ്ട്, ഏലീശ ജീവിപ്പിച്ചിട്ടുണ്ട്, പൂർവ്വപിതാക്കന്മാർ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അഴുകി തീർന്നിച്ച ശരീരത്തെ ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നാൽ അവന്റെ പേരാ ദൈവമെന്നോ. അവൻ ഇന്ന് പ്രതീക്ഷ ഇല്ലെന്ന് ചിന്തിച്ച, അവൻ ഭിത്തിയേല് ഫോട്ട തൂക്കാമെന്ന് വീട്ടുകാർ ചിന്തിച്ചിരിക്കുമ്പോഴാണ് 4ാമത്തെ ദിവസം നസ്രയനായ യേശു ലാസറിന്റെ ഭവനാന്തരീക്ഷത്തിലേക്ക് ചെല്ലുന്നു. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, പ്രതീക്ഷകൾ അസ്തമിച്ച സബ്ജക്റ്റിനകത്ത് കർത്താവ് തമ്മിൽ ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, യേശു ആ വീടിനകത്ത് വരുമ്പോൾ ആ ദേശത്ത് ഒരു വ്യക്തി ജീവിതവും യേശുവിനെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ മരണത്തിന്റെ കെട്ടങ്ങ് പൊട്ടിയതോ, അവൻ ഒരു ക്രൂസേഡിന് കൂടാനുള്ള ആള് ലാസറിന്റെ വീടിനകത്ത് ഓടിക്കൂടി. ആ ബെഥാനിയെ ചലിക്കാൻ തുടങ്ങി. അവർക്ക് യേശുവിനെ കാണണം, നോ ലാസറിനെ കാണണം. അവൻ 2 പേരെ കാണണം. എന്താ കാര്യം? സ്വത്രം. കർത്താവിന് ആ പട്ടണത്തെ ചലിപ്പിക്കാൻ ആ പദ്ധതി ഉണ്ടായിരുന്നു. ചിലരുടെ മേൽ കിടക്കുന്ന നിയോഗമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പട്ടണങ്ങൾ ചലിക്കാൻ തുടങ്ങും. ഒതുക്കിക്കളയാൻ ചില വ്യാപാര മണ്ഡലങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാണ് വിളിച്ചു പറയുന്നു, പട്ടണത്തെ പിടിക്കുന്ന നിയോഗം നിന്റെ മേൽ കിടക്കുകയാണ്. മരണം കൈയടക്കി വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങളുടെ മരണക്കെട്ട് അറുത്തു കളയുന്ന ശുശ്രൂഷ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചു കേട്ട തിരുവെഴുത്തിലേക്ക് നമുക്ക് തിരികെ വരാം. പ്രൈസ് ദി ലോർഡ്. അന്ന് സന്ധ്യയായപ്പോൾ ആമേൻ. നാം അക്കരെ പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവരെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകൾ തിര തള്ളിക്കയറ കൊണ്ട് അത് മുങ്ങമാറായി. അവൻ അമൃത് തലയിണ വെച്ച് ഉറങ്ങിയായിരുന്നു. ഏറ്റവും തകർന്നു പോകാൻ സാഹചര്യമുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമരമാണ്. പക്ഷേ ആ തകർന്നു പോകുവാൻ എന്ന് വെച്ചാൽ ദുർബലതയുള്ള, തകരുവാൻ സാഹചര്യമുള്ള, സാധ്യതയുള്ള ആ അമരത്താണ് കർത്താവ് തലയണ വെച്ചത്. എന്ന് വെച്ചാൽ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങൾ അവയിലുള്ള വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. വിളികേട്ട് ഇറങ്ങി തിരിച്ചവർ പകലി വഴിയിൽ മുങ്ങിപ്പോകത്തില്ല. എന്നാൽ അവിടെ പ്രശ്നം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം പ്രശ്നം സമുദ്രത്തിന്റെ അകത്ത് രൂപപ്പെട്ടു. തിരയടിച്ചു കയറി, കാറ്റടിച്ചു, തിരയടിച്ചു. അവിടെ കൊണ്ട് അത് അസ്തമിക്കുമെന്ന് കടലിനെ കുറിച്ച് വളരെ പരിചിതമായിട്ടുള്ള ആൾക്കാരായ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് അറിയാം. സമുദ്രത്തെ കുറിച്ച് നല്ല പരിചയമുള്ളവരാണ് അവർ. സ്വത്രം. എന്നാൽ ചില വർഷങ്ങളുടെ പരിചയം മാത്രമേ കർത്താവുമായിട്ട് അവർക്കുള്ളൂ. കടലിന്റെ ആഴങ്ങളെ കുറിച്ച് ക്രിസ്തുവിനെ അറിയത്തില്ല എന്ന് അവർ ചിന്തിച്ചിരിക്കാം. ഞാൻ എന്റെ രീതിയിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് വിളിച്ചുണർത്തിയില്ല. അപ്പോ സമുദ്രത്തിൽ ആദ്യം പ്രശ്നം ആരംഭിച്ചു, വലിയ പ്രതികൂലമുണ്ടായി. അവിടെ കൊണ്ട് ഒതുങ്ങുമെന്ന് ചിന്തിച്ചപ്പോൾ അതേ പ്രശ്നം പടകിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഹല്ലേലൂയ. ആദ്യം സമുദ്രത്തിൽ രൂപപ്പെട്ട വിഷയം കാറ്റുമ്പോഴും അത് പടകിന്റെ അകത്തോട്ടങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പോഴാ ചിന്തിച്ചത് ഞങ്ങൾ നശിക്കുമെന്ന്. ആമേൻ. അവിടെ യേശുവിനെ അവർ വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള, എങ്ങോട്ടുള്ള പുറപ്പാടെന്ന് കൂടെയുള്ള ശിഷ്യന്മാർക്ക് വ്യക്തമായി ഒരു ധാരണയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ കർത്താവിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. അവർ പോകുന്നത് ഗദരദേശത്തേക്കാണ്. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം നമ്മൾ 5 ചിന്തിക്കുമ്പോൾ എടുക്കണ്ട, ശ്രദ്ധിച്ചാൽ മതി. സ്വതന്ത്രം. അവർ ആ ഗദരദേശത്ത് എത്തിയെന്ന് ചിന്തിക്കുക. ഈ രണ്ട് വേദഭാഗവും കണക്റ്റഡ് ആണ്. സ്വതന്ത്രം. അപ്പൊ അവിടെ എത്തിയെന്ന് ചിന്തിക്കുക. ആ ഗദരദേശത്തിന്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കത്തില്ലെന്ന് പൈശാചിക മണ്ഡലം വെല്ലുവിളിക്കുമ്പോൾ ആ സമുദ്രത്തിന്റെ നടുക്ക് വെച്ച് അവരെ ഒതുക്കുവാൻ ശരിക്കും അവരെ ടാർഗറ്റ് ചെയ്ത ആരെയാണ്? ശരിക്കും കർത്താവിനെയാ ടാർഗറ്റ് ചെയ്തത്. കാരണം എന്തെന്നറിയാമോ? 6000 ശക്തിയാണ് ഈ. എന്ന് പറഞ്ഞാൽ സ്വത്രം. ഞാനൊരു കാര്യം വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഒരു അമ്മയ്ക്ക് നല്ലൊരു മകനായിരിക്കേണ്ടവൻ, ഒരു പിതാവിന് നല്ല മകനായിരിക്കേണ്ട, വിവാഹം കഴിഞ്ഞെങ്കിൽ ഒരു സഹോദരിക്ക് നല്ല ഭർത്താവായിരിക്കേണ്ട ഒരുവന്റെ സകല അനുഗ്രഹത്തെയും ഒരു കല്ലറയുടെ പ്ലേസിനകത്ത് സാത്താന്യ മണ്ഡലങ്ങൾ ഒതുക്കി വെക്കുമ്പോൾ അവൻ പിശാചിനറിയാം അവന്റെ മേലൊരു ശുശ്രൂഷ വെളിപ്പെടാനുണ്ടെന്ന്, അവന്റെ മേലൊരു നിയോഗമുണ്ടെന്ന് പിശാചിനറിയാം. അവന്റെ സകല വാഗ്ദത്തങ്ങളെയും അനുഗ്രഹങ്ങളെയും വെച്ച് ഒതുക്കി കളയുവാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ അവൻ പിശാചിന്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് അവൻ സാഹചര്യങ്ങൾ എതിരായിരിക്കുമ്പോൾ അവൻ സമുദ്രത്തിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അസ്ത്രത്തുകാരൻ അവിടെ ഗദരദേശത്ത് ഇറങ്ങി. അസ്ത്രത്തുകാരൻ ഗദരദേശത്തേക്ക് ഇറങ്ങി. എന്തിനെന്നറിയാമോ? ശരിക്കൊന്നും കരയാൻ കഴിയാതെ, സ്വന്തം വേദനകൾ ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ, സകലരാലും ഒറ്റപ്പെട്ടവനായി ചങ്ങലകൾ ഉരുമിയൊടിച്ചും അവനെ ആർക്കും അടക്കാൻ കഴിഞ്ഞില്ലെന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഗദരദേശത്തിന്റെ കല്ലറയുള്ള പ്ലേസിനകത്ത് ഒരു നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ കഴിയും. ആർക്കും അവന് വേണ്ടി കരയുവാനാളില്ല, അവനെ ഒന്ന് വിടിവിക്കണമേ എന്ന് പറയാൻ ആളില്ല. പക്ഷെ അവന്റെ വേദന അറിയുന്ന തമ്പുരാൻ ഗദരദേശത്ത് ഇറങ്ങി. എന്തിനെന്നറിയാമോ? അവന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കും.
ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന്റെ മേൽ വെളിപ്പെടാനുള്ള ദൈവിക നിയോഗങ്ങളെ ചലിപ്പിക്കുവാൻ അവൻ ആരും കരയുവാനില്ല. നിനക്ക് വേണ്ടി കരയുവാൻ, നിനക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ലെങ്കിൽ ഇന്ന് രാത്രി വേദഭാഗം ശ്രമിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവിടെ പിശാച് ആ ശരീരത്തിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എതിരദേശത്ത് കാലി കൊടുക്കുമ്പോൾ സ്തോത്രം, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത്, നിനക്കും എനിക്കും തമ്മിൽ എന്ത്, സമയത്തിന് മുമ്പേ നീ വന്നു. അതെന്താ സമയത്തിന് മുമ്പേ വന്നു എന്ന് ചോദിച്ചതവൻ, അവനൊരു പദ്ധതിയുണ്ട്. വർഷങ്ങൾ അവൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? നിന്റെ മേൽ തമ്പുരാൻ ഒരു വിളി കിടക്കുന്നു. നീ ആരാന്ന് ചോദിച്ചപ്പോൾ അവൻ ലക്യോനാന്ന് പറയുന്നു. ലക്യോൻ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയാണ്, അതൊരു പേരല്ല, അതൊരു സംഖ്യയാണ്. സ്വതം 6000 പിശാച്, സ്വതം 6000 പിശാച് ആ ശരീരത്തിന് ഐക്യതയോടെ നിന്ന് പ്രവർത്തിക്കുക. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്കില്ലാത്തൊരു ഐക്യത, ഞാൻ പിശാചിനെ മഹത്വപ്പെടുത്തുന്നതല്ല, ഞാൻ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കില്ലാത്തൊരു ഐക്യത, ഒരു കാര്യം സാധിച്ചെടുക്കാൻ പിശാചിന്റെ കൂട്ടത്തിലുണ്ട്. ഇത്രയും എണ്ണം ഒരുമിച്ച് നിന്നിട്ട് അവൻ മരിക്കണമെന്നൊരു ചിന്താഗതി അവന്റെ ഉള്ളിൽ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോ, അവൻ ദൈവത്തിനൊരു പദ്ധതി കിടക്കുകയാണ്. അവനെ കൊല്ലുവാൻ, തകർക്കുവാൻ പലപ്പോഴും പിശാച് നോക്കിയിട്ട് നീ തകരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നീ അറിയാത്തൊരു സാന്നിധ്യം നിന്നെ പലപ്പോഴും ചില വാഹന അപകടങ്ങൾക്കകത്ത് നിന്നെ ഒതുക്കാൻ വാദിച്ചപ്പോൾ പോലും, രോഗത്താൽ ഒതുക്കാൻ വാദിച്ചപ്പോൾ പോലും നീ അറിയാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, നിനക്ക് വാഗ്ദത്തം തന്നു വെച്ചൊരു തമ്പുരാൻ ഇന്ന് രാത്രി ഇതിന്റെ അകത്തുണ്ട്. ആ ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. നിന്റെ സാഹചര്യങ്ങളെ, സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ മാറ്റി നിന്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുന്ന പൊന്നു തമ്പുരാൻ ഇന്ന് രാത്രി പന്തലിന്റെ അകത്തുണ്ട്. ദൂരിനോട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവങ്ങൾ ഇന്ന് രാത്രി ആരാധിച്ചു കയറിക്കോ. ഞങ്ങളെ പന്നിക്കൂട്ടത്തിലയക്കണം എന്ന് വിശാന്ത് പറയുമ്പോൾ 2000 പന്നിയുടെ മേൽ ഈ ശാന്തിനെ ശാസിച്ചു വരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ഒരു ഏകദേശ കണക്ക് വെച്ച് ഒരു പന്നിയുടെ മേൽ 3 എണ്ണം വെച്ച് കയറാം. കണക്കാ മാറി മറിഞ്ഞൊക്കെ കയറാം, അത് വേറെ വിഷയം. പക്ഷെ എങ്കിലും 3 വിശാന്തി വെച്ച് കയറി എന്ന് ചിന്തിക്കുക. പക്ഷെ ഒറ്റ ചിന്ത, ഈ മനുഷ്യനില്ലാത്ത ചിന്ത, ഞങ്ങൾക്ക് ഇനി ജീവിക്കേണ്ടെന്ന് പന്നിയേക്കെന്ന് തോന്നി. ഇന്ന് ചാവണം, ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പന്നിക്കെന്ന് തോന്നി. എന്താ കാര്യം? യവൻ എന്തുകൊണ്ട് ഇത് തോന്നിയില്ല? നമുക്ക് പറയാം യവൻ ഭ്രാന്തനല്ലേ, യവന് ഓർമ്മയൊന്നുമില്ല, ഇവന് ബോധമില്ലെന്ന് നമുക്ക് പറയാം. സ്വന്തം ഞാൻ പറയുന്നു അങ്ങനെയല്ല. അപ്പന്റെ നിയോഗം കിടക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, ആ പൈശാചിക കെട്ടഴിഞ്ഞതും അവൻ പുതച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ കൃപയുടെ പുതപ്പ് അവൻ അടിഞ്ഞു. അവൻ വസ്ത്രമെടുക്കാൻ മനസ്സില്ലാത്തവരായി അവൻ ചങ്ങലകൾ ഉരുവി ഒഴിച്ചു. അവന്റെ ഉറക്കമോ കല്ലറയിലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവൻ പുതച്ചുകൊണ്ടിരുന്നെങ്കിൽ അടുത്ത മിനിസ്ട്രിക്ക് അവൻ റെഡിയായി, അടുത്ത ശുശ്രൂഷയ്ക്ക് അവൻ തയ്യാറായി കഴിഞ്ഞു. സ്വത്രം കർത്താവിനോട് അവൻ പറഞ്ഞു, സ്വത്രം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? സ്വത്രം യവനെ ആ ദേശത്തിന് ആവശ്യമുണ്ട്. ഇതരദേശത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ സാഹചര്യങ്ങൾ നിനക്ക് വിപരീതമായി നിൽക്കുമ്പോൾ, അനേകർ നിന്റെ മിനിസ്ട്രിക്ക് എതിരായി നിൽക്കുമ്പോൾ, മന്ത്രവാദികൾ നിനക്കെതിരായി നിൽക്കുമ്പോൾ, നിന്നെ തകർത്ത് കളയാൻ അനേകർ വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ മേലുള്ള നിയോഗങ്ങളെ ഫലിപ്പിക്കുവാൻ ശക്തമാണ്. ശക്തിയോടൊന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു നിയോഗമുണ്ടെങ്കിൽ ഒരു മന്ത്രവാദിക്ക് പൊളിക്കാൻ പറ്റത്തില്ല, പൈശാചിക ശക്തിക്ക് അവൻ തടയാൻ പറ്റത്തില്ല, അവൻ വിരോധികൾക്ക് ഒതുക്കാൻ കഴിയത്തില്ല.
പട്ടണത്തിന്റെ നടുവിൽ ദേശങ്ങൾക്കകത്ത് ആമേൻ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. Praise the Lord. സ്തുതിയുടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കിറക്കി പോകാം എന്ന് പറഞ്ഞ് വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരോട് സ്വതം ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പകുതി വഴിയിൽ അസ്തമിച്ചു പോകത്തില്ല. ആ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസനെ പ്രിയമുള്ളവർക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.